100 ഗ്രാം പാർലേജിക്ക് 10 രൂപ, എന്നാൽ 800 ഗ്രാം പാർലേജിക്ക് 100 രൂപ. 5 ഗ്രാം വാസലിന് 5 രൂപ, എന്നാൽ 40 ഗ്രാം വാസലിന് 85 രൂപ. 5 ml ഷാമ്പു വെറും 2 രൂപ, എന്നാൽ 1 ലിറ്റർ ഷാമ്പുവിന് 999 രൂപ. 800 ഗ്രാമിൻ്റെ പാർലേജി 100 രൂപയ്ക്ക് വാങ്ങുന്നതിന് പകരം 100 ഗ്രാമിൻ്റെ 8 പാക്ക് വാങ്ങിയാൽ 80 രൂപയേ ആവുകയുള്ളൂ. ഏകദേശം 20% ലാഭിക്കാം. 40 ഗ്രാമിൻ്റെ വാസലിന് 85 രൂപയ്ക്ക് വാങ്ങുന്നതിന് പകരം 5 ഗ്രാമിൻ്റെ 8 പാക്ക് വാങ്ങിയാൽ 40 രൂപയേ ആവുകയുള്ളൂ. ഏതാണ്ട് 53% ലാഭിക്കാം. 1 ലിറ്റർ ഷാമ്പു 999 രൂപയ്ക്ക് വാങ്ങിക്കുന്നതിന് പകരം 5 ml 200 പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ 400 രൂപ ആവുകയുള്ളൂ. ഏതാണ്ട് 60% ലാഭം. ഈ സെയിം സിനാരിയോ കോഫി പാക്കറ്റിലും ചിപ്സിലും എല്ലാം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. കമ്പനികൾ വളരെ ബുദ്ധിപൂർവമായിട്ട് ഇതിൻ്റെ എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ചെറുതായിട്ടൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാഷേസ് സാധാരണയായിട്ട് ഇടത്തരം കടകളിലും ചെറിയ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ആയിരിക്കില്ലേ നമ്മൾ അധികം കാണാറുള്ളത്. പൊതുവെ ഹൈപ്പർ മാർക്കറ്റിലും ലാർജ് സ്റ്റോറിലൊന്നും സാഷേസ് അങ്ങനെ കാണാറില്ലല്ലോ. കാരണം ഒരു ശരാശരി സാധാരണക്കാരൻ തൻ്റെ മാസ ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ ദിവസ വരുമാനത്തിൽ നിന്നോ മിച്ചം വെച്ച് ദിവസേനയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ആയിരിക്കാം സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിഫോൾട്ട് ചോയ്സ് ചെറിയ പലചരക്ക് കടയോ അല്ലെങ്കിൽ ഇടത്തരം സൂപ്പർ മാർക്കറ്റോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഹൈപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ പ്രീമിയം സ്റ്റോറുകളോ ചൂസ് ചെയ്യുന്ന വ്യക്തി കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു മന്ത്ലി ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. ഈ രണ്ടാളുകളുടെയും പർച്ചേസ് ബിഹേവിയർ മനസ്സിലാക്കിയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓപ്പറേറ്റേഴ്സ് ഇടത്തരവും ചെറുതുമായ കടകളിലേക്ക് സാഷേസും സ്മോൾ പാക്കറ്റും അലോക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ പ്രീമിയം വലുതുമായിട്ടുള്ള സ്റ്റോറുകളിലേക്ക് ബിഗ് പാക്കറ്റ്സും അലോക്കേറ്റ് ചെയ്യുന്നു. ഞാൻ ഇതിൽ സ്മോൾ പാക്കറ്റ് വാങ്ങുന്ന കൂട്ടത്തിലാണ്. നിങ്ങൾ എങ്ങനെയാണ്? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാവോ? ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.